ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കണ്ണൂക്കാരുടെ സ്വന്തം മടക്കുപത്തിരിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ശരിക്കും ചട്ടിപ്പത്തിരിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇത് കഴിക്കുന്ന സമയത്ത്. പക്ഷേങ്കിൽ ഒരു പണിയില്ല ഉണ്ടാക്കാനായിട്ട്. ചട്ടിപ്പത്തിരിക്ക് മെനക്കെടുന്ന പോലെ ഒരു മെനക്കെടും ഇല്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ നോമ്പ് തുറക്കും അതേപോലെ തന്നെ സൽക്കാരങ്ങളിലൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ്. അപ്പോൾ കണ്ണൂർ വിട്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ എല്ലാവരും പറയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ദോശക്കുള്ള മാവ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിക്കകത്തോട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 2 മുട്ട വേണം. അപ്പോൾ 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് തന്നെ കണ്ണൂരിലുള്ള ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ പുറത്തുള്ളവർക്ക് അറിയുണ്ടാവില്ല. അവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ കണ്ണൂർക്കാർ ട്രൈ ചെയ്തവർ ഒന്ന് പറയുക. കുറേ ദിവസമായി ഞാനിത് ഇടണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. വെള്ളത്തിൻ്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല. നല്ല ലൂസായിട്ടുള്ള ഒരു മാവാണ് നമുക്ക് വേണ്ടത്. അപ്പം അത് ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല ലൂസായിട്ടാണ് നമുക്ക് വേണ്ടത്. കാരണം കട്ടിയാവുന്ന സമയത്ത് ദോശക്ക് കട്ടി കൂടും. അപ്പം മടക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പം നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തില്ല. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം. അതിനകത്തോട്ട് അത്യാവശ്യം വലുപ്പമുള്ള 2 സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫിൻ്റെ ഫില്ലിങ് വെച്ചിട്ടും ചെയ്യാം. ഞാനിവിടെ ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്. ഇവിടെ ബീഫ് ഞങ്ങൾ അധികം അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ബീഫിൻ്റെ റെസിപ്പീസ് ഇടുന്നത് ഭയങ്കര കുറവാണ്. എൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് ബീഫിൻ്റെ റെസിപ്പീസ് ഇടാറുള്ളത്. ഇവിടെ ഞങ്ങൾ ആരും അധികം അങ്ങനെ കഴിക്കാറില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫിൻ്റെ ഫില്ലിംഗ് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ മസാല ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇനി നമുക്ക് ഇത് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിന് മസാല കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഏകദേശം ഒരു 150 ഗ്രാം ചിക്കനാണ്. അത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഇച്ചിരി കുരുമുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഭയങ്കര ഡ്രൈ ആയിട്ട് ഫ്രൈ ആക്കിയിട്ടില്ല. അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ആയിട്ട് ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. എന്നിട്ട് നമുക്കൊന്ന് മസാല ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓൾറെഡി നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മസാലയാണ് ഉള്ളത്. ചിക്കനിലും അതേപോലെ തന്നെ മസാലയിലും ഒക്കെ അത്യാവശ്യം എരിവുണ്ടാവും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. അപ്പോൾ നമ്മുടെ മസാലേൻ്റെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് നെയ്യിൽ ചെയ്യാം. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ. ഞാൻ പകരം കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കട്ടിയില്ലാത്ത മാവായതുകൊണ്ട് തന്നെ ദോശക്കും അങ്ങനെ ഒത്തിരി കട്ടിയൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു കട്ടിയാണ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. മൈദ ദോശ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കുക. ഫുള്ളായിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. അപ്പോൾ മാവ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് മസാല വെച്ച് കൊടുക്കാം. മസാല വെക്കുന്ന സമയത്ത് ഒത്തിരി വെക്കരുത്. ഒരു പകുതി വരെ നമ്മൾ വെക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു 2 ടീസ്പൂണൊക്കെ മതി. കൂടുതലാവുന്ന സമയത്ത് നമുക്ക് മറിച്ചിടുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. മൈദ ദോശ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും, കൈകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഈസി ആയിട്ട് നമുക്കത് മറിച്ചിടാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് മറ്റേ സൈഡിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഓയിൽ തേച്ച് കൊടുക്കുക, എണ്ണ തേച്ച് കൊടുക്കുക. നമ്മൾ ഓരോ തവണ ഇത് മടക്കി വെക്കുമ്പോഴും അതിൻ്റെ മേലയിൽ ഒന്ന് ചട്ടകം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മസാല നന്നായിട്ട് ലെയറായിട്ട് കിട്ടും.
ഇനി നമുക്ക് ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് കുറച്ച് തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒഴിക്കുമ്പോൾ ഒരു തവി ഒഴിക്കേണ്ട, കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് എല്ലായിടെയും ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം അതും ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് അവിടെയും കുറച്ച് മസാല വെച്ച് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ മസാല അവിടെയും വെച്ച് കൊടുക്കുക. ഒരുപാട് അറ്റത്തോട്ട് അങ്ങോട്ട് വെക്കണ്ട. അതിനുശേഷം നമുക്കിത് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുന്ന സമയത്ത് ഒരു സ്പൂണും അതേപോലെ തന്നെ ചട്ടുകവും വെച്ചിട്ട് ഒരു സപ്പോർട്ട് കൊടുത്ത് മറിച്ചിടുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഇതുപോലെ നമുക്കൊരു 4 ലെയറൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ കൂടുതൽ ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാവുക. പക്ഷെ ചെയ്ത് പരിചയമുള്ളവർക്ക് എളുപ്പമായിട്ട് ഒരു 6-7 ലെയറൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ ഒരു 4 ലെയറൊക്കെ ഉണ്ടാക്കിയാൽ മതി. സിമ്പിളായിട്ട് ദോശ മറിച്ചിടുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അതിൽ കൂടുതൽ ചെയ്യുന്നുണ്ട്, കാരണം ഞാനത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ ഏകദേശം ഒരു 7 ലെയറാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ മുഴുവനായിട്ട് ഒഴിച്ച് കാണിക്കുന്നില്ല, നിങ്ങളെ ബോർ അടുപ്പിക്കുന്നില്ല. ഇപ്പം ഞാൻ അവസാനത്തെ ലെയറാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പം ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കാണുമ്പോൾ ഓരോ ദോശയായിട്ട് വിട്ട് വിട്ട് വന്ന മാതിരി ഉണ്ടാവും, പക്ഷെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അതിൻ്റെ മേളിൽ കൂടെ ഒന്നും കൂടെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ലെയറായിട്ട് കിട്ടും. അവസാനം നമുക്ക് മൊത്തമായിട്ടൊന്ന് ഇതേപോലെ നെയ്യൊന്ന് തടവി കൊടുക്കുക. ഇത് ലെയർ എത്ര കൂടുതലുണ്ടോ അത്രയും ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറേ ലെയർ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവര് ഒരു 4 ലെയറൊക്കെ വെച്ച് ചെയ്താൽ മതി. എന്നിട്ട് 2 വട്ടായിട്ട് ചെയ്താൽ മതി. അപ്പൊ 2 മടക്ക് പത്തിരി ആയിട്ട് കിട്ടും. അല്ലാതെ ചെയ്ത് പരിചയമുള്ളവർക്ക് 6 ലെയർ ആയാലും 7 ലെയർ ആയാലും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഫുള്ളായിട്ട് നെയ്യൊക്കെ തടവിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേളിൽ കൂടെ ഈ ദോശ വിട്ട് വിട്ട് നിൽക്കണ ആ സൈഡിൽ കൂടെ കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ എവിടെയെങ്കിലും നിങ്ങൾ മറിച്ചിടുന്ന സമയത്ത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒരു മിനിറ്റ് ജസ്റ്റ് അത് വേവാൻ വേണ്ടി വെക്കുക. അതിനുശേഷം ഞാനിതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ടിട്ട് ഈ സൈഡും കൂടെ ഒരു 2 മിനിറ്റ് ഒന്ന് നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം അതിന് മുമ്പായിട്ട് കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. അപ്പം അതേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരെണ്ണം മതി ഒരു കുടുംബത്തിൽ മൊത്തം നോമ്പ് തുറക്കാനായിട്ട്, കാരണം അത്രയും കട്ടിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന അത്രയും മെനക്കെടൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണൂക്കാർ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല കിടുക്കൻ റെസിപ്പി ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.